ഇതേ എന്റെ വീടാ. ഇവിടെ ആര് താമസിക്കണം ആര് താമസിക്കണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. അവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ അവിടെ കൂട്ടിക്കൊണ്ട് വരാൻ പോവാ. രേവതി സച്ചിയുടെ ഭാര്യയാണെങ്കിൽ ഈ വീട്ടിൽ താമസിച്ചിരിക്കും. ആരെ എതിർക്കുന്നേ എനിക്കിത് കാണണം. നീ കൂട്ടിട്ട് വാടാ. ഈ ജന്മം ഞാൻ അവളെ ഈ വീട്ടിൽ കയറ്റില്ല. പട്ടാപ്പകലായി നടന്നത്. ചെറിയ പയ്യനവൻ. മോഷണ കേസിൽ ഇവനെ മുമ്പ് പിടിച്ചിട്ടുണ്ടോ നമ്മള്? എവിടെയോ കണ്ടതായിട്ട് തോന്നുന്നു. ഏയ് ഇല്ല, ഈ സ്റ്റേഷനിലെ ലിസ്റ്റിൽ ഇങ്ങനെ എടുത്തില്ല. ഈ വീഡിയോ വൈറലായി സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ കമന്റ്സാ വരുന്നത്. നമ്മളെയാ കുറ്റപ്പെടുത്തുന്നത്. CCTV ദൃശ്യമാണിത്. ഇത് നടന്നിട്ട് കുറച്ച് നാളായി. മുമ്പേ നമുക്ക് പരാതിയൊന്നും കിട്ടിയില്ലല്ലോ. ഇല്ല, സംഭവം നടന്നിട്ട് കുറച്ചായി. പക്ഷേ വീഡിയോ പുറത്തു വരുന്നത് ഇപ്പോഴാ. ആഹാ, എന്നാലും അതെന്താ അങ്ങനെ? ആകറിയാം. ആ പയ്യനോട് വിരോധമുള്ള ആരെങ്കിലും പുറത്തു വിട്ടതായിരിക്കും. പോലീസ് ഒരു ആക്ഷൻ എടുത്തിട്ടില്ലെന്നാ പബ്ലിക്കിന്റെ പരാതി. സർ, നെറ്റിലൊരു വീഡിയോ വൈറലായിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടിരുന്നോ? കണ്ടായിരുന്നു സർ. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത്. SP ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കാൻ പറഞ്ഞു. ആ വീഡിയോയില് മോഷ്ടാവിന്റെ മുഖം വ്യക്തമായിട്ടറിയാം. അവൻ എവിടെയാണ്, ആരാണെന്ന് ശരിക്കും അന്വേഷിച്ച് കണ്ടെത്തണം. അവനെ തൂക്കിയെടുക്കുന്നു. ശരി സർ. ഇനി നമ്മൾ എങ്ങനെ നാട്ടിലിറങ്ങും? ആളുകളുടെ മുഖത്ത് എങ്ങനെ നോക്കും? അവന്റെ ഭാവി എന്താകും? എല്ലാം നശിപ്പിച്ചില്ല. അറിയാതെ പറയുന്നു കേക്ക്. എന്നോട് ക്ഷമിക്കും മോനെ. എന്തിന് അമ്മ എന്ത് തെറ്റായത്? അന്ന് ശരത്തിന്റെ കൈ ഒടിച്ചപ്പോ സത്യം അറിയാതെ അമ്മ എന്തൊക്കെയോ മോനെ പറഞ്ഞു. ഇപ്പഴാ അമ്മ എല്ലാം അറിഞ്ഞത്. അവൻ ചെയ്ത തെറ്റിന് മോനെ അവനെ വേറൊന്നും ചെയ്യാതിരുന്നത് മോന്റെ നല്ല മനസ്സുകൊണ്ട്. ഞങ്ങളൊക്കെ സച്ചേട്ടനെ തെറ്റിദ്ധരിച്ചു, കുറ്റപ്പെടുത്തി. അപ്പോഴൊന്നും സച്ചേട്ടൻ ഒന്നും പറഞ്ഞില്ല. നടന്നതൊക്കെ മനസ്സിൽ വെച്ച് സച്ചേട്ടൻ അവനെ രക്ഷിക്കായിരുന്നു. ഞങ്ങളോട് ക്ഷമിക്കും സച്ചേട്ടാ. അവൻ ആദ്യം നിന്റെ ബൈക്ക് മോഷ്ടിച്ചു. അത് കാരണം അവന്റെ അച്ഛൻ പോയത്. എന്നിട്ടും അവൻ പഠിച്ചില്ല, തിരുത്തിയില്ല. വീണ്ടും അമ്മയോടുള്ള ദേഷ്യത്തിലാണ് അവനത് ചെയ്തത്. അതിന്റെ പരമ്പരായകളെ കുറിച്ചൊന്നും അവൻ ആലോചിച്ചില്ല. അതാ സച്ചേട്ട അവന്റെ ഭാഗം നിന്ന് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തി. ഞാൻ പോലും നിങ്ങളെ മനസ്സിലാക്കിയില്ലല്ലോ സച്ചേട്ടാ. എന്ത് ചെയ്യാണിങ്ങനെ? അറിയാതെ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ കരയുന്ന നിർത്ത്. കരയാതെ രേവതി. കരയില്ല എന്നല്ലേ പറഞ്ഞത്? ഈ വിവരം പുറത്തറിഞ്ഞ കുടുംബത്തിലുണ്ടാവുന്ന അപമാനം അറിയാവുന്നതുകൊണ്ട് സച്ചേട്ടൻ നടന്നത് ആരോടും പറഞ്ഞില്ല. അമ്മ ഇതറിഞ്ഞാ എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടി സച്ചേട്ടൻ അത് മൂടി വെച്ചു. ഞങ്ങൾ കുറ്റപ്പെടുത്തുമ്പോഴും സച്ചേട്ടൻ അതെല്ലാം സഹിച്ചു. എല്ലാം മനസ്സിൽ കൊണ്ട് നടന്നു. ശരത്ത് തെറ്റ് ചെയ്തിട്ടും അവൻ സച്ചേട്ടനെ തെറ്റുകാരനാക്കാൻ നോക്കി. അവൻ പറഞ്ഞത് മാത്രം ഞങ്ങൾ വിശ്വസിച്ചു. സച്ചേട്ടനെ കുറ്റപ്പെടുത്തി. ഞങ്ങളോട് ക്ഷമിക്കും സച്ചേട്ടാ. അവന്റെ ഭാവി ഓർത്തായിരുന്നു എനിക്ക് പേടി. ഞാൻ പറഞ്ഞില്ലെങ്കിൽ മറ്റാരും അറിയില്ലെന്ന് ഞാൻ കരുതി. ഇങ്ങനെയൊന്നും സംഭവിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പൂർണ്ണമായിട്ട് അവനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല രവി. അമ്മയും ശ്രുതിയും ഒക്കെ അവനെ വല്ലാതെ അപമാനിച്ചിരുന്നു. അത് അവന് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു. അമ്മയോടുള്ള ദേഷ്യത്തിന് അവനിങ്ങനെ ചെയ്തു പോയതാ. അവൻ സ്വയം എടുത്ത തീരുമാനമല്ലായിരുന്നു അത്. ആന്റണി അവനെ പ്രേരിപ്പിച്ചത്. ഇപ്പൊ മുമ്പത്തെ പോലെ അല്ലല്ലോ. ആളാകെ മാറിയില്ലേ. അപ്പോഴാണ് ആ ഫോൺ കാണാതായപ്പോ സച്ചേട്ടൻ ടെൻഷൻ അടിച്ചത് എന്തിനായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ആ വീഡിയോ മറ്റാരെങ്കിലും കാണുമെന്നുള്ള പേടിയായിരുന്നല്ലേ. ഞാൻ ഭയന്ന് സംഭവിച്ചു. ആ വീഡിയോ പുറത്തായി. എല്ലാവരും അത് കണ്ടു. സംഭവിക്കാൻ പാടില്ലാതൊക്കെ സംഭവിച്ചു. ഇനിയിപ്പോ കരഞ്ഞിട്ട് എന്താ കാര്യം? ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ അതല്ലേ വേണ്ടത്. സച്ചേട്ടാ, പോലീസ്. എന്താ സർ? ശരത്തിന്റെ വീടല്ലേ ഇത്? അതെ. അവനെ വിളിച്ച അവനോട് ഇല്ല സർ. പുറത്തു പോയിരിക്കാം. താൻ കള്ളം പറയല്ലേ? താൻ അകത്ത് നോക്കി. സർ സത്യം പറയുന്നേ. കള്ളം പറയുന്നല്ല. അവനിവിടെ ഇല്ല. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. സാർ അവനകത്തില്ല. അവൻ എവിടെ പോയതാ? അറിയില്ല സർ. കണ്ടവന്റെ മുതല മോഷ്ടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഇറങ്ങിയായിരിക്കും അല്ലേ? സാർ എന്തി പറയുന്നേ? അവൻ മോഷ്ടിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, അത് സോഷ്യൽ മീഡിയയിൽ വൈറലാ. പോലീസുകാരെ എല്ലാവരും തെറി വിളിക്കുന്നത്. ഈ ഏരിയയിൽ ഇങ്ങനെ ഒരു കള്ളനുള്ള കാര്യം ഞങ്ങൾ ഇതുവരെ അറിഞ്ഞില്ല. നിങ്ങളുടെയൊക്കെ അറിവോട് കൂടിയാണോ അവൻ ഈ പണിക്കിറങ്ങിയത്? സർ, അവൻ കള്ളനൊന്നും അല്ല. ചെറിയ പയ്യനല്ലേ. അറിയാതെ ചെയ്തു പോയതാ. അറിയാതെ ചെയ്തു പോയതോ? അറിഞ്ഞുകൊണ്ട് ചെയ്തതാ. നിങ്ങൾക്ക് അവന്റെ ആരാ? ഞാൻ അവന്റെ അമ്മയാ സാർ. ഇവര് രണ്ടുപേരും അവന്റെ സഹോദരിമാരാ. ഇവളുടെ ഭർത്താവ്. അവനെ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. അവൻ എവിടെയാ ഉള്ളത് നിങ്ങൾക്ക് അറിയാം. പറടാ, എവിടെയാ അവൻ? സർ, അവൻ ചെയ്തത് തെറ്റ് തന്നെയാ. പക്ഷെ അവനിപ്പോ എവിടെ ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയില്ല. അവൻ വന്ന ഉടനെ ഞാൻ അവനെ കൂട്ടി സ്റ്റേഷനിലേക്ക് വരാം. ഇത് ഞങ്ങൾ വിശ്വസിക്കണോ? വീഡിയോ പുറത്തിറങ്ങിയ ഉടനെ അവൻ സ്ഥലം വിട്ടു. എവിടെ ഒളിച്ചിരിക്കും അവൻ? പഠിച്ച കള്ളൻ തന്നെ. സർ, അവൻ കള്ളനല്ല. താനാ വീഡിയോ കണ്ടതല്ലേ? ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് അവൻ കാശ് മോഷ്ടിക്കുമായിരുന്നു. അത് കണ്ടിട്ട് പറ അവൻ കള്ളനാണോ അല്ലേന്ന്. സർ, ആ വീഡിയോയിൽ കാണുന്ന എന്റെ അമ്മയാണ്. നിന്റെ അമ്മയോ? എന്നിട്ടാണോ അവന്റെ ഭാഗം ചേർന്ന് സംസാരിക്കുന്നത്? സർ, കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. എന്റെ അമ്മയ്ക്ക് എന്റെ ഭാര്യയും അവളുടെ വീട്ടുകാരെയും കണ്ണി കണ്ടുകൂടാ. ഒരു ദിവസം ശരത്ത് വീട്ടിൽ വന്നപ്പോ അമ്മയുടെ കാശ് കാണുന്നില്ല, അവനെ അടുത്തെന്നും പറഞ്ഞ് അവനെ അടിച്ചിരുന്നു. ചെയ്യാത്ത തെറ്റിന് അപമാനിച്ചു. ചെറിയ പയ്യനല്ലേ, അവന് മോഷ്ടമെന്ന് വിളിച്ചു. എന്നാ പിന്നെ മോഷ്ടിച്ച് കാണിച്ചതാന്ന് പറഞ്ഞ് മോഷ്ടിച്ചതാ. അമ്മയോടുള്ള ദേഷ്യത്തിൽ അവൻ ചെയ്താണ് സർ. ദേഷ്യത്തിൽ ചെയ്യുന്ന പറഞ്ഞ് മോഷ്ടിച്ച് തെറ്റില്ലാതാവൂ സർ. ഇത് ഞങ്ങളുടെ കുടുംബകാര്യ, കുടുംബത്തിലുള്ള പ്രശ്നം. മോഷ്ടിച്ച കാശ് അവൻ തിരിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. കേസും അറസ്റ്റൊന്നും വേണ്ട സർ. ഇത് വിട്ടേക്ക് സർ. വീട്ടിൽ നിന്നും ആ വിഷയം പുറത്തെത്തിയില്ലേ? വീഡിയോ എല്ലാവരും കണ്ടതോടുകൂടി കുറ്റം മൊത്തം പോലീസുകാർക്കാ. സോഷ്യൽ മീഡിയയിൽ തെറികൊണ്ട് മൂടുക. അത് അവരെ നിർത്തണമെങ്കിൽ അവനെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണം. അവൻ എവിടെയുണ്ട്? പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ലോക്കപ്പ് ഇടും. നിങ്ങളെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ എനിക്കറിയാം. സാർ, ഇവരെ വീട് ആ ഭാവി പ്രസവിച്ചത് ഞാന്. എന്നെ നിങ്ങൾ കൊണ്ടുപോയി. അമ്മ ഉണ്ടായിരിക്കെ കരയണ്ടേ? ഞാൻ സംസാരിച്ചോളാം സാർ. ഞാൻ സത്യം പറയുന്നത്. അവൻ എവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അവൻ എന്തായാലും ഇവിടെ വീട്ടിൽ വരും. അപ്പൊ അവനെയും കൂടി ഞാൻ അങ്ങോട്ടേക്ക് വരാം സാർ. അവനെ സ്റ്റേഷനിൽ ഹാജരാക്കിയതിനു ശേഷം ഇത് കുടുംബ പ്രശ്നമാണ്, പരാതിയൊന്നുമില്ലാന്ന് എഴുതി തന്നാ അവനെ വെറുതെ വിടില്ലോ അല്ലേ? ഇല്ല, നിങ്ങളുടെ അമ്മയുടെ കാശിലാണ് മോഷിച്ചത്. ഇതൊരു കുടുംബ പ്രശ്നമാണ്, പരാതിയൊന്നും ഇല്ലാന്ന് നിന്റെ അമ്മ എഴുതി തന്നാൽ അവനെ വിടാം. ശരി സാർ. അവനെ ഉടനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാ. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാത്തിനും തൂക്കിയെടുത്ത് കൊണ്ടുപോകും. ഞാൻ വാടോ. കൃഷ്ണേട്ടാ, സ്റ്റേഷനിലത് കൃഷ്ണേട്ടൻ ഇരുന്ന രംഗം എന്റെ മനസ്സിൽ മാഞ്ഞിട്ടില്ല. ഇപ്പൊ എനിക്ക് അതേ ഗതി വന്നിരിക്കുക.
എനിക്ക് ഇന്നലെ സ്റ്റേഷനിൽ പോകേണ്ടി വന്ന പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. കൃഷ്ണേട്ടന്റെ അടുത്തേക്ക് തന്നെ ഞാൻ വരും. ഞാൻ ജീവിച്ചിരിക്കില്ല. അമ്മ എന്തൊക്കെ പറയുന്നത്? അവനെ അവർ അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കും. അവന്റെ ഭാവി ഇല്ലാതായില്ലേ സച്ചേട്ടാ? ടെൻഷൻ ആവാതെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. അവനിപ്പോ എളുപ്പമെന്ന് നിങ്ങൾക്ക് അറിയോ? അമ്മ വന്നിരുന്നേ. അമ്മ വാ ഇവിടെ ഇരിക്കെ. ശരത്താണോ? അല്ല, അയൽവക്കത്തെ പവേട്ടനെ വിളിക്കണേ. ഹലോ പവേട്ട, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം. സച്ചേട്ടാ, ശരത്ത് അപ്പുറത്തെ ബിൽഡിങ്ങിന്റെ മുകളിലുണ്ടെന്ന്. അവൻ മറ്റെന്തോ ഭാവിച്ചൊക്കെ അറിയണമെന്ന്. സച്ചേട്ടാ, അവനോട് ശരത്ത് അവൻ മുകളിലോട്ട് കയറി പോകുന്ന കണ്ടടാ. അവൻ അവിടെ പോകേണ്ട ഒരു ആവശ്യമില്ല. അവന്റെ വീഡിയോ ഒക്കെ പ്രചരിക്കുന്നുണ്ടല്ലോ, അതിന്റെ സംശയം കൊണ്ട് വിളിച്ചതാ. വിളിച്ച ശേഷം ഞാൻ അവിടേക്ക് കയറി നോക്കി, പക്ഷെ അവിടെ ഞാൻ കാണുന്നില്ല. ശരത്തേ, ശരത്തിനെ എവിടെയാ? മോനെ, ശരത്തേ, ശരത്തേ. അവൻ എവിടെയാ? അവൻ ഈ ബിൽഡിംഗിൽ തന്നെയുണ്ട്, അല്ലാതെ എവിടെ പോകാനാ? നമ്മളെല്ലായിടത്തും നോക്കിയില്ലേ? എന്റെ ഈശ്വര, ശരത്തേ, മോനെ നീ എവിടെയാ? ശരത്തേ, ശരത്തേ, അയ്യോ മോനെ, ശരത്തേ, ശരത്തേ. വേടാ ശരത്തേ, പറയുന്നത് കേൾക്കട്ടെ. ഞാൻ പറയട്ടെ, ആരും അടുത്തേക്ക് വരരുത്. അവയൊന്നും കാണിക്കരുത്. ഞാൻ എന്തിനാ ഇനി ജീവിച്ചിരിക്കുന്നത്? ഞാൻ മരിക്കേണ്ടവരാ. എടാ മോനെ, അങ്ങനെയൊന്നും പറയല്ലേ. എന്താണ് ശരത്തേ? സച്ചിത വരരുത്. ഇല്ല വരരുത്. ഞാൻ നീ അവയെ കാണിക്കില്ലേ? നമുക്ക് സംസാരിക്കാം. ഇനി സംസാരിച്ചിട്ട് എന്താ കാര്യം? ഈ ലോകത്തിന് വലിയ കള്ളനായില്ലേ? ഞാൻ കാരണം ചേച്ചിയുടെ ജീവിതാ പോയെ. ഞാൻ ഇനി എന്തിനു ജീവിച്ചിരിക്കണം? നീ കരുതുന്ന പോലെയല്ല, ഇതൊരു ചെറിയ പ്രശ്നം. നമുക്ക് സോൾവ് ചെയ്യാം. ഇനി വാ. ഇനി ഒന്നും സോൾവ് ചെയ്യാനില്ല. എന്റെ ജീവിതം ഞാൻ തുലച്ചു. ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. ശരത്തേ, നീ ഉള്ളു ഞങ്ങൾക്ക്. ഇന്ന് വാടാ. ശരത്തേ, ഇങ്ങോട്ട് വാ ശരത്തേ. ഞാൻ കാരണം എന്റെ അച്ഛൻ മരിച്ച, ഞാൻ കാരണം നിങ്ങളും അപമാനിക്കപ്പെട്ടു. ഞാൻ കാരണം അച്ഛനെ പോലെ അമ്മയെ മരിക്കേണ്ടി വരുമെന്ന് അമ്മ പറഞ്ഞില്ലേ? അമ്മ മരിക്കണ്ട, ഞാൻ പോയിക്കോളാം. അത് പറഞ്ഞു പോയതാ. അമ്മയോട് ക്ഷമിക്ക്, അമ്മയോട് ക്ഷമിക്ക്. അമ്മ ഞാൻ ചാടും. ഈ ബിൽഡിംഗിൽ വലിയ ഹൈറ്റ് ഒന്നും ഇല്ലാട്ടോ. ഇവിടെ നിന്ന് ചാടിയ നീ വിചാരിച്ചോളൂ നടക്കില്ല. നിന്നെ കുറെ എല്ലോ ചെയ്യും, അത്രേ നടക്കുള്ളൂ. എല്ലോ ഹോസ്പിറ്റലിൽ കിടന്ന് നാട്ടുകാരെ കൂടെ പറയിപ്പിക്കണം. പോലീസ് എന്നെ അന്വേഷിക്കുന്നുണ്ട്. പോലീസ് എന്നെ പിടികൂടി എനിക്ക് ജയിലിൽ പോകേണ്ടി വരും. എനിക്ക് പേടിയാവുക. ഞാൻ മരിക്കുന്നതാണ്. ഇല്ല, ചാടല്ലേ. എന്താണ് നീ കാണിക്കുന്നത്? എന്താ കാണിച്ചത്? നിനക്ക് വട്ടായ? നീക്ക് എന്തിനാ പഠിച്ചത്? ഒരു പ്രശ്നം അതാ നേരിടണം, പരിഹരിക്കണം. അല്ലാതെ ജീവങ്ങളെയല്ലേ വേണ്ടത്, നല്ല വീക്ക് വെച്ചല്ലേ വേണ്ടത്. എന്തിനാടാ ശരത്തേ ഇങ്ങനെയൊക്കെ കാണിച്ചത്? ഞങ്ങളെ കുറിച്ച് ഓർത്തോ നീ? നീ ഇല്ലാതായ അവ ജീവിച്ചിരിക്കുന്നത് കരുതിയോ? അമ്മേ, ആദ്യം ഇങ്ങനെയുള്ള സംസാരം നിർത്ത്. ഞാൻ ജയിലിൽ പോകേണ്ടി വരും. എനിക്ക് പേടിയാവുന്നു. ജയിലിൽ പോകേണ്ടി വരുന്ന ആര് പറഞ്ഞു? ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുമല്ലേ, ഇന്നും ജയിലിലേക്ക് ഒന്നും വിടില്ല. ഞാനാ പറയുന്നത്. തൽക്കാലം നീ ഇപ്പൊ വീട്ടിലേക്ക് പോണ്ട. ഒരു പോലീസിനും കണ്ടെത്താൻ കഴിയാത്ത ഒരു സ്ഥലത്ത് നിന്നെ ഞാൻ കൊണ്ട് താമസിപ്പിക്കും. ഞങ്ങളൊക്കെ ഇല്ലട കൂടെ. ഈ ലോകം മുഴുവൻ കുറ്റപ്പെടുത്തിയാലും ഞാനില്ലട കൂടെ. ഈ ഏട്ടൻ കൊണ്ടുവന്നെ ആരും വരാത്ത സ്ഥലത്തേക്ക് എന്നെ ഞാൻ കൊണ്ടുപോവാം. സച്ചേട്ടാ, ശരത്തിനെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? അതൊക്കെ പറയാം. എവിടേക്ക്? അടുത്തേ ഇറങ്ങടാ.